എന്താണ് സദാചാരം? അതിനെ ലളിതമായി നമുക്ക് ഇങ്ങനെ നിർവചിക്കാം. ധാർമ്മികമായി ജീവിതം നയിക്കേണ്ട ഒരാൾ പാലിക്കേണ്ട അടിസ്ഥാനപരമായ ആചാരമാണ് സദാചാരം. നിർവചനം നല്ലതാണ്, പക്ഷേ ഈ സദാചാര ബോധം ഓരോ ആളിലും വ്യത്യസ്തമായിരിക്കും. ഓരോ സമൂഹവും വ്യത്യസ്തമായ സദാചാര ശൈലികളാണ് പിന്തുടരുന്നത്. അതുപോലെ തന്നെ ഈ സദാചാരം ആർക്കും ആരിലും അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല. സദാചാര വിശ്വാസങ്ങളെയും അവിശ്വാസങ്ങളെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സമചിത്തതയുടെ ഒരു പാതയിലൂടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, പേടിയോടെ ജീവിക്കേണ്ടി വരുന്നത് ഒരിക്കലും സദാചാരത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ആശാസ്യമല്ല. സ്വാതന്ത്ര്യം അത് അടിസ്ഥാനപരമായ അവകാശമാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. സ്വാതന്ത്ര്യം തന്നെയാണ് ലഹരി. നമ്മുടെ ജനസംഖ്യയിൽ ഏതാണ്ട് പകുതിയോളം സ്ത്രീകളാണ്. പക്ഷേ ആ സ്ത്രീകൾ എവിടെ നിൽക്കുന്നു? ഭയത്തിൻ്റെ കണ്ണികൾ കൊണ്ട് വല്ലാതെ എൻറ്റാങ്കിൾഡായി ബന്ധിക്കപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ തെരുവിലിറങ്ങിയാൽ, ഒരു സ്ത്രീ തെരുവിലിറങ്ങിയാൽ, ബസ്സിൽ സഞ്ചരിച്ചാൽ, ഷോപ്പിങ്ങിന് പോയാൽ, ക്ലാസ് മുറിയിൽ പഠിപ്പിക്കാൻ നിന്നാൽ സ്വതന്ത്രയാണോ എന്നൊരു ചോദ്യമുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും പല വിധത്തിലുള്ള ശല്യങ്ങൾ, അതെല്ലാം അവളുടെ ജീവിതത്തെ പരിമിതപ്പെടുത്തുകയാണ്. ആർത്തുല്ലസിച്ച് ആഘോഷിച്ച് ജീവിതം ഒരു വലിയ ഉത്സവ മൂഡിൽ കൊണ്ടുപോകേണ്ട സ്ത്രീ ഈ സമൂഹത്തിൽ ഭയാശങ്കകളുടെ കെട്ടുപാടുകളിൽപ്പെട്ട് വല്ലാതെയാകുന്നു. കുടുംബ വ്യവസ്ഥിതി, സാമൂഹ്യ ബന്ധങ്ങൾ, ഇതൊന്നുമില്ല എന്ന് നമ്മൾ പറയും വിദേശ രാജ്യങ്ങളെക്കുറിച്ച്. പക്ഷേ അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നില്ല, സ്ത്രീകൾ പരിഹസിക്കപ്പെടുന്നില്ല. ഈ വിധത്തിൽ അവരെ മാനസികമായി വല്ലാതെ ഉപദ്രവിക്കുന്ന ഒരു ചെയ്തികളും ഉണ്ടാകുന്നില്ല. തന്നെയുമല്ല, അങ്ങേയറ്റം ബഹുമാനത്തോടെയാണ് അവിടെ സ്ത്രീകളെ കാണുന്നതും പെരുമാറുന്നതും. ഇപ്പോൾ പരസ്പരം ആലിംഗനം ചെയ്യുന്നു, ചുംബിക്കുന്നു. ഇതെല്ലാം സദാചാരത്തിൻ്റെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കുമ്പോൾ വലിയ അപരാധങ്ങളാണ്. പക്ഷേ സ്നേഹത്തെ, നമ്മുടെ മനുഷ്യൻ്റെ അനശ്വരഭാവമായ സ്നേഹത്തെ, അതിൻ്റെ ഊഷ്മളതയെ ആവിഷ്കരിക്കുന്ന ഏറ്റവും വലിയ മുദ്രകളാണത്. കരുതലിൻ്റെ ആർദ്രമായ ആവിഷ്കാരമാണ്. അവിടെ മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ തലയിടാൻ പോകുന്ന ആധുനിക സമൂഹം സദാചാരത്തിൻ്റെ തന്നെ ഭാഗമാണെന്ന് പറഞ്ഞാലും അവിടെ ഏൽപ്പിക്കുന്നത് സദാചാരത്തിൻ്റെ സ്വാതന്ത്ര്യമല്ല, പിന്നെയോ സദാചാരത്തിൻ്റെ അസ്വാതന്ത്ര്യമാണ്. ഇവിടെ ഓരോ ദിവസവും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും സ്ത്രീയെ സംബന്ധിച്ച് ഭീതിയിലാണ്. എന്നാൽ പുറത്ത് കേൾക്കുന്നത് എന്താണ്? അവർ ലൈംഗിക സമത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ജീവിത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു, സദാചാരത്തിൻ്റെ നാൾവഴികളെക്കുറിച്ച് സംസാരിക്കുന്നു. ഇതൊക്കെ സംസാരിക്കുമ്പോഴൊരു സ്ത്രീയുടെ ജീവിതം പ്രഭാതസന്ധ്യയിൽ ആരംഭിക്കുന്നതും പ്രദോഷത്തിലോ അർദ്ധരാത്രിയിലോ അവസാനിക്കുന്നതും അതുവരെയുള്ള ജാഗ്രത്തിൻ്റെ നിമിഷങ്ങളെല്ലാം കടന്നു പോകുന്നത് ഈ വിധത്തിലുള്ള അങ്കലാപ്പിലൂടെയാണ്. മനസ്സിൻ്റെ ഒരു കോണിലും ഭയം തങ്ങി നിൽക്കാതെ, സ്വാതന്ത്ര്യം അത് അന്ധകാരമോ അല്ലെങ്കിൽ പ്രഭാപൂരിതമായ പ്രകാശമോ അല്ലെങ്കിൽ ഏകാന്തതയോ കൂട്ടായ്മയോ വല്ലായ്മയോ ഇതൊന്നും വ്യവച്ഛേദിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ സ്വാതന്ത്ര്യം ഒരു പുകമറയായി മാറുന്ന കാലത്താണ് നമ്മൾ സദാചാരത്തെക്കുറിച്ച്, സദാചാരത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒക്കെ വാചാലരാകുന്നത്. ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് വരുന്നവർ പറയുന്നത് എന്താണ്? അവർ യഥാർത്ഥത്തിലുള്ള ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ സമഗ്ര സീമകളും അവർ ആസ്വദിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ വിദേശ രാജ്യങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിപരീതമായി കാണുകയും അവർക്ക് സംസ്കാരമില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, അവരെല്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗങ്ങളിലാണ്. സ്ത്രീയുടെ വിഷയമെന്ന് പറയുന്നത് എന്നും സമൂഹത്തിൻ്റെ പ്രശ്നമായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ ഇതിഹാസകാവ്യമായ മഹാഭാരതം സ്ത്രീയുടെ പ്രശ്നങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്നോർക്കണം. പാഞ്ചാലിയുടെ അല്ലെങ്കിൽ ദ്രൗപദിയുടെ വ്യക്തിപരമായ അവഹേളനത്തിൽ ഉദിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നാണ് ഹസ്തിനപുരിയിൽ നടന്ന കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ തന്നെ ബീജാവാപം നടക്കുന്നത്. ഈ അറിവ് സ്വാംശീകരിക്കാൻ കഴിയാത്തിടത്തോളം കാലം നമ്മുടെ രാജ്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാതന്ത്ര്യം തന്നെയാണ് അമൃതം എന്ന് പറയുമല്ലോ. മഹാകവി കുമാരനാശാൻ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ അവിടെ സ്ത്രീകൾക്ക് നഷ്ടമാകുന്നത്
അടിസ്ഥാനപരമായി ആഗ്രഹിക്കുന്ന, അഭിലഷിക്കുന്ന, അർഹിക്കുന്ന സമത്വത്തിൻ്റെ, സുരക്ഷിതത്വ ബോധത്തിൻ്റെ ഒരു മഹാലോകമാണ് നഷ്ടമാകുന്നത്. സദാചാരത്തിന് പുതിയ പാഠഭേദങ്ങൾ നമ്മൾ എഴുതേണ്ടിയിരിക്കുന്നു. സ്ത്രീയെ മാനസികമായും ശാരീരികമായും ധൈഷണികമായും വൈകാരികമായും എല്ലാ വിധത്തിലുമുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മഹാസ്വർഗത്തിലേക്ക് നയിക്കാത്ത ഒരു സദാചാര ബോധവും ഇവിടെ നിലനിൽക്കുകയില്ല.